കാരണം മനസ്സിലായി കഴിയുമ്പോൾ അതിന്റെ ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ് ഈ രക്തവാതം എന്ന് പറയുന്നത്. ഈ രക്തവാതം പ്രോപ്പറായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ അപകടം നമുക്കറിയാം. ഈ എപ്പോഴും വിശപ്പുണ്ടാവുക, എന്ത് കഴിച്ചാലും മതി വരാതിരിക്കുക, ഇത്തരക്കാരിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ രക്തവാതം ഡെവലപ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മൂത്രത്തിപ്പഴുപ്പ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു കൾച്ചർ ചെയ്താൽ കിട്ടുന്ന ഒരു ക്രോണിക് ഒരു അവസ്ഥയാണ്. അത് അതിന് മാത്രം അല്ലെങ്കിൽ ശക്തമായ മൂത്രത്തിപ്പഴുപ്പൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ രക്തവാതം അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാതശോണിതം എന്നൊക്കെ പറയുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് പറയുന്നത്. നമ്മുടെ പലപ്പോഴും നമ്മുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഈ രോഗം ഉണ്ടാകും. നമുക്കറിയാം ആ രോഗത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ സ്മോൾ ജോയിൻസിൽ, വിരലുകളുടെ ജോയിൻസുകൾ അല്ലെങ്കിൽ മറ്റ് ജോയിൻസുകളിലൊക്കെ വേദനയും നീരും ഉണ്ടാവുക, അത് മടക്കാനും നിവർത്താനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുക. കാലത്ത് ഈ ഒരു നീരൊക്കെ ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ കുറച്ചൊക്കെ മാറും. ചിലർക്ക് ദിവസം ത്രൂ ഔട്ട് ഈ വേദനയും നീരൊക്കെ ഉണ്ടാവും. ഇതിനെക്കുറിച്ചാണ്, ഈ രക്തവാതത്തെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. അപ്പോൾ ഈ ഒരു രക്തവാതം നമുക്ക് കേട്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം സന്ധികൾ നീര് വയ്ക്കുന്നു, വേദന വരുന്നു, മൊബിലിറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ രോഗം എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനസ്സിലായി കഴിയുമ്പോൾ അതിന്റെ ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ് ഈ രക്തവാതം എന്ന് പറയുന്നത്. ഈ രക്തവാതം പ്രോപ്പറായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ അപകടം നമുക്കറിയാം. ഈ സന്ധികളിൽ നീര് വന്നു അല്ലെങ്കിൽ കാലിൽ നീര് വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ ഇത് കൈവിരലുകൾ വളഞ്ഞിങ്ങനെ പോകുന്ന ഒരു അവസ്ഥ. നമ്മൾ ആയുർവേദത്തിൽ രക്തവാതത്തെ 2 തരത്തിലായിരിക്കും. ഉത്ഥാനാവസ്ഥ അല്ലെങ്കിൽ ഗംഭീരാവസ്ഥ എന്ന് പറയും. ആദ്യം ഒരു നീരും ശരീരവേദനയൊക്കെ ഉള്ള ഒരു അവസ്ഥ, ഉത്ഥാനം, അതൊരു പ്രാരംഭ ഒരു ഘട്ടമെന്നും, അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഗംഭീരാവസ്ഥ, വിരലുകളൊക്കെ വളഞ്ഞു പോകുന്ന അവസ്ഥ. വിരലുകളൊക്കെ വളഞ്ഞു പോയാൽ നമുക്ക് അതിനെ ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആദ്യഘട്ടം നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുള്ള രോഗമാണ്. ഒരുപാട് പേരെ ചികിത്സിച്ച ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും എനിക്ക് 2-3 കാരണങ്ങളുള്ളവർക്കാണ് ഈ രക്തവാതം വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്ന്, കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കാൻ സാധിക്കാത്തവര്. ഇത്തരക്കാരിൽ പ്രോപ്പറായിട്ട് ദഹിക്കുന്നില്ലെങ്കിൽ, ഇപ്പൊ കപ്പ കഴിക്കുന്നു അല്ലെങ്കിൽ കടലക്കറി കഴിക്കുന്നു, അങ്ങനെ പലതും കഴിച്ചു കഴിയുമ്പോൾ അപ്പോൾ ശരീരം മുഴുവൻ നീര് വീർക്കുന്നവരുണ്ട്. ഇത്തരക്കാർക്കാണ് ഒരു തരത്തിൽ രക്തവാതം ഉണ്ടാകുന്നത്. പലപ്പോഴും രണ്ടാമതൊരു തരം എന്ന് പറയുന്നത് ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർ, ഭയങ്കരമായി അസിഡിറ്റി ഉള്ളവർ, എപ്പോഴും വിശപ്പുണ്ടാവുക, എന്ത് കഴിച്ചാലും മതി വരാതിരിക്കുക, ഇത്തരക്കാരിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ രക്തവാതം ഡെവലപ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മൂന്നാമതൊരു കൂട്ടരാണ്, ആർക്കും വലിയൊരു പരിചയമില്ലാത്തതാണ്, ഞാൻ പലപ്പോഴും ചികിത്സയിൽ കണ്ടെത്തിയിട്ടുള്ളതാണ്, മൂത്രത്തിപ്പഴുപ്പ് ക്രോണിക് ആയിട്ട് നിൽക്കുന്നവർ. അതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം കുടിക്കാൻ വൈകിയാൽ അപ്പോൾ മൂത്രത്തിൽ ഒരു ചെറിയ കടച്ചിലും ചെറിയൊരു മഞ്ഞ കളറും വരുന്നു. അല്ലെങ്കിൽ കിഡ്നി ഇരിക്കുന്ന, നമ്മുടെ പുറം വശം കിഡ്നി ഇരിക്കുന്ന ഭാഗമുണ്ട്, അവിടെ പുറത്ത് നടുവേദന പോലെ വരിക, റീനൽ ആംഗിൾ എന്നൊക്കെ പറയും. കിഡ്നിയുടെ സൈഡിൽ നീർക്കെട്ട് മൂലം വേദന വരിക. ഇത്തരക്കാരിൽ ക്രോണിക് ആയിട്ട് മൂത്രത്തിപ്പഴുപ്പ് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് രക്തവാതമായിട്ട് മാറുന്നത് കണ്ടിട്ടുണ്ട്. അത്തരക്കാരിൽ നമ്മൾ മൂത്രത്തിപ്പഴുപ്പ് മാറാനുള്ള മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ ശരീരത്തിലെ ഈ രക്തവാതം പെട്ടെന്ന്, മൂത്രത്തിപ്പഴുപ്പ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു കൾച്ചർ ചെയ്താൽ കിട്ടുന്ന ഒരു ക്രോണിക് ഒരു അവസ്ഥയാണ്. അത് അതിന് മാത്രം അല്ലെങ്കിൽ ശക്തമായ മൂത്രത്തിപ്പഴുപ്പൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ രാത്രി ചെറിയൊരു കുളിര് പോലെയൊക്കെ വരും ഇവർക്ക്, ഒരു ചെറിയൊരു പനി പോലെ, അത്രേ ഉണ്ടാവുള്ളൂ ലക്ഷണം. ഇത്തരക്കാരിൽ ഇവരിലെ മൂത്രത്തിപ്പഴുപ്പ് മാറാനുള്ള മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇവർ രക്തവാതം ഓട്ടോമാറ്റിക്കലി ശമിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു 3 അവസ്ഥകൾ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന്, ഹൈപ്പർ അസിഡിറ്റി ഉള്ള വ്യക്തികളിൽ തന്നെ അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിലും രക്തവാതം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 4 കാരണങ്ങളൊക്കെ പറഞ്ഞു. ഈ 4 കാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അതിനനുസരിച്ചുള്ള മരുന്നുകൾ കൊടുത്താൽ നമുക്ക് ഈ രക്തവാതത്തെ ഒരു ആരംഭഘട്ടത്തിലാണെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സിച്ച് മാറ്റാം. അത് കുറച്ച് തീവ്രമായ ഒരു അവസ്ഥയാണെങ്കിൽ അതിന്റെ വേദനയും നീരും ഒക്കെ കുറച്ചുകൊണ്ട് ആ രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.